ത്രിയേക ദൈവത്തിന് സ്തുതി. വചനം ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവവചനം ധ്യാനിക്കുക, പഠിക്കുക, അത് മനസ്സിലാക്കുക, അതിലാഴമുള്ളവരാവുക. അതാണ് ക്രിസ്തീയ ജീവിതം. വചനത്തെ ധ്യാനിച്ച പൂർവ്വപിതാക്കന്മാർ വചനധ്യാനത്തെക്കുറിച്ച് മനോഹരമായ ഒരു ദർശനം പങ്കുവയ്ക്കുന്നുണ്ട്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: അതൊരു കടൽ പോലെയാണ്. കടലിൻ്റെ കരയ്ക്ക് കുട്ടികൾക്കിരുന്ന് കളിക്കാം. ഒരുപക്ഷെ ബൈബിൾ കഥകൾ കേൾക്കുന്നത് അങ്ങനെയാണ്. കടലിനെ മുന്നോട്ട് നീങ്ങി ചില തുള്ളി എടുത്ത് രുചിച്ച് നോക്കി നമുക്ക് കടലിൻ്റെ രുചി അറിയാം. ചില വാക്യങ്ങൾ പഠിക്കുന്നത് അങ്ങനെയാണ്. കടലിൽ അല്പം കൂടെ മുന്നോട്ട് നടന്ന് കാലൊക്കെ നനയ്ക്കാം. ചില സങ്കീർത്തനങ്ങൾ കാണാതെ പഠിക്കുന്നത് അങ്ങനെയാണ്. കടലിൽ വീണ്ടും മുന്നോട്ട് നോങ്ങി ആഴത്തിൽ കുളിക്കാം. ഒരുപക്ഷെ ചില വ്യക്തികളെക്കുറിച്ച് പഠിക്കുമ്പോൾ ബൈബിൾ അങ്ങനെയാണ്. വീണ്ടും ആഴത്തിലേക്ക് സഞ്ചരിക്കാം. അവിടെ അനേകം മത്സ്യങ്ങൾക്ക്, അനേക ജലജീവികൾക്ക് സഞ്ചരിക്കാനുള്ള ഇടമുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിലെ ചില ഭാഗങ്ങൾ എടുത്ത് പഠിക്കുമ്പോൾ അതിൽ അനേകം സാധ്യതകൾ, ജീവനെക്കുറിച്ച്, രക്ഷയെക്കുറിച്ച്, പ്രത്യാശയെക്കുറിച്ചുള്ള അനേകം വരികൾ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ വീണ്ടും വചനത്തെ നമ്മൾ പഠിക്കുമ്പോൾ കടലിനകത്തൂടെ കപ്പൽ പോലെയുള്ള വലിയ ജലവാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നതായി കാണാം. ഒരുപക്ഷെ ആദ്യം മുതൽ അവസാനം വരെയുള്ള യേശുവിനെ കുറിച്ച് പഠിക്കാം. ആദ്യം മുതൽ അവസാനം വരെയുള്ള രക്ഷയെക്കുറിച്ച് പഠിക്കാം. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നിറഞ്ഞു നിൽക്കുന്ന ദൈവ സൗന്ദര്യത്തെക്കുറിച്ച്, ഇസ്തെറ്റിക്സ് ഓഫ് ഗോഡ്, അതിനെക്കുറിച്ച് മാത്രം എഴുതപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളുണ്ട്. സൈലൻസ് ഓഫ് ഗോഡിനെ കുറിച്ച് മാത്രം എഴുതിയിട്ടുള്ള വേദപുസ്തക പഠനങ്ങൾ ഉണ്ട്. അങ്ങനെയൊക്കെ ആഴങ്ങൾ പഠിക്കാൻ സാധിക്കുമ്പോഴും പിന്നെയും കടലിൻ്റെ അപാരത ശേഷിക്കുകയാണ്. അതുപോലെയാണ് വിശുദ്ധ വചനം. എത്ര പഠിച്ചാലും എത്ര ധ്യാനിച്ചാലും വീണ്ടും അപാരത ശേഷിക്കുന്നു. അതുകൊണ്ടാണ് കേരൻ ആംസ്ട്രോങ് എന്ന എഴുത്തുകാരി പറഞ്ഞിട്ടുണ്ട്, കടലിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഇമേജറിയേക്കാൾ ശക്തമായൊരു ഇമേജറി, ആ ഇമേജറി ബേണിംഗ് ബുഷിന് മുമ്പിൽ നിൽക്കുന്ന മോശയുടെ ഇമേജറിയാണ്. ബേണിംഗ് ബുഷിന് മുമ്പിൽ നിൽക്കുന്ന മോശ വിസ്മയത്തോടെ നിന്നതുപോലെ വേണം ഓരോ തവണയും വചനത്തിനു മുമ്പാകെ നാം നിൽക്കാൻ. ആ വിസ്മയം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. ആ വിസ്മയത്തിലേക്ക് നമ്മെ വിളിക്കുവാൻ വേണ്ടിയാണ് കുവൈറ്റ് സിറ്റി മാർത്തോമ യുവജന സഖ്യത്തിൻ്റെ വകയായി ആരംഭിക്കുന്നതായ ഈ പഠന പരമ്പര. ഇതിനെ ഞങ്ങൾ നാമകരണം ചെയ്യുന്നത് യൗമോനോ, ഡെയിലി ബ്രെഡ് എന്ന സുറിയാനി പദമാണ്. ഈ പദം നമ്മൾ അത്ര കേട്ടിട്ടില്ലാത്ത പദമാണ്. അതുകൊണ്ട് തന്നെ എന്താണ് യൗമോനോ? പണ്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ളൊരു ഗീതം ചൊല്ലുമായിരുന്നു. അതിൽ യാവന എന്നൊരു വാക്കുണ്ടായിരുന്നു. അന്നുള്ള യാവന ഞങ്ങൾക്ക് തരണമേ. ഈ മലയാള പദം വന്നത് യൗമോനോ എന്ന സുറിയാനി പദത്തിൽ നിന്നാണ്. അന്നത്തേക്കുള്ള ആഹാരം ആണ്. ഒരുപക്ഷെ നിങ്ങൾ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥലത്തിരുന്നു കൊണ്ടായിരിക്കാം, ഒരുപക്ഷെ കിടക്കയിലായിക്കൊണ്ടായിരിക്കാം ഇത് കേൾക്കുന്നത്. ജോലിക്ക് പോകുന്ന തിരക്കിനിടയ്ക്കായിരിക്കാം, ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് പോകുന്നതിനിടയ്ക്കായിരിക്കാം, യൗവനക്കാരനായിരിക്കാം, വൃദ്ധനായിരിക്കാം, കൊച്ചുകുട്ടിയായിരിക്കാം. എല്ലാവരെയും വചനം വിസ്മയിപ്പിക്കും. അങ്ങനെ വചന വിസ്മയത്തിലേക്ക് ദൈവം നമ്മളെ വിളിക്കുന്നു. ദൈവമായ കർത്താവ് ഈ വചന പരമ്പരയിലൂടെ നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ത്രിയേക ദൈവത്തിന് സ്തുതി. നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായി ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം 1 മുതലുള്ള ചില വാക്യങ്ങൾ. 1 ശമൂവേൽ chapter 1 verses 1 following. എഫ്രീം മലനാട്ടിലെ രാമഥയം സോഫിമിൽ എൽക്കാന എന്നു പേരുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. അവൻ ഏലിഹുവിൻ്റെ മകനായ യെരോഹാമിൻ്റെ മകൻ ആയിരുന്നു. ഏലിഹു എഫ്രീമിനായ സൂഫീമിൻ്റെ മകനായി തോഹുവിൻ്റെ മകനായിരുന്നു. എൽക്കാനയ്ക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒരുത്തിക്ക് ഹന്ന എന്നും മറ്റവൾക്ക് പെനിന്ന എന്നും പേർ. പെനിന്നയ്ക്ക് മക്കളുണ്ടായിരുന്നു, ഹന്നയ്ക്കോ മക്കൾ ഇല്ലായിരുന്നു. 10 മുതലുള്ള വാക്യങ്ങൾ. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു. അവൾ ഒരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ യഹോവേ, അടിയൻ്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും
അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവൻ്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുകയുമില്ല എന്ന് പറഞ്ഞു. 20 മുതലുള്ള വാക്യങ്ങൾ. യഹോവ അവളെ ഓർത്തു. ഒരാണ്ട് കഴിഞ്ഞിട്ട് ഹന്ന ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ചു വാങ്ങി എന്ന് പറഞ്ഞ് അവന് ശമൂവേൽ എന്ന പേരിട്ടു. 27 മുതലുള്ള വാക്യം. ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു. അവൻ ജീവപര്യന്തം യഹോവയ്ക്ക് നിവേദനായിരിക്കും. അവർ അവിടെ യഹോവയെ നമസ്കരിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, നിന്റെ വചനത്തിൻ്റെ സത്യങ്ങളെ തിരിച്ചറിയുന്നതിന് നീ ഞങ്ങൾക്ക് ജ്ഞാനം നൽകുമെന്നുള്ളതുകൊണ്ട് നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ നോക്കി നിന്റെ ജ്ഞാനത്തിനായി, നിന്റെ അറിവിനായി ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ വചനത്തിൻ്റെ മർമ്മങ്ങളെ തിരിച്ചറിയുവാൻ ആവശ്യമാകുന്ന ബുദ്ധിയും ജ്ഞാനവും അറിവും വിവേകവും നീ ഞങ്ങൾക്ക് തരണമേ. നിന്റെ സന്നിധിയിൽ ഏകാഗ്രതയോടെ ഈ വചനത്തെ ധ്യാനിപ്പാനുള്ള കൃപ നീ ഞങ്ങൾക്ക് തരണമേ. ബലഹീനനും പാപിയുമാകുന്ന അടിയൻ നീ വിളിച്ച് വേർതിരിച്ച നിന്റെ മക്കളുടെ മുൻപിൽ അവിടുത്തെ വചനവുമായി നിൽക്കുമ്പോൾ അവിടുന്ന് ആഗ്രഹിക്കുന്നത് പറവാൻ അടിയൻ്റെ നാവിനെയും അധരങ്ങളെയും അവിടുന്ന് ബലപ്പെടുത്തണമേ. അവിടുന്ന് ആഗ്രഹിക്കാത്തൊരു ചിന്തയോ വാക്കോ അടിയിൽ നിന്ന് പുറപ്പെടാതെ വണ്ണം അവിടുത്തെ രക്തത്താൽ അടിയൻ്റെ നാവിനെയും അധരങ്ങളെയും മുദ്രയിട്ട് കാക്കണമേ. പരിശുദ്ധാത്മാവിനാൽ അടിയനെയും നിന്റെ ജനത്തെയും അവിടുന്ന് ബലപ്പെടുത്തണമേ. കൃപയിൽ പൊതിയണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ശമൂവേൽ എന്ന പ്രവാചകൻ പഴയ നിയമത്തിലെ ഇസ്രായേൽ ചരിത്രത്തിലെ ഏറ്റവും പുണ്യം നിറഞ്ഞ വ്യക്തിത്വമാണ്. ഇത്ര ശ്രേഷ്ഠതയോടെ വിശേഷിപ്പിക്കാവുന്ന വ്യക്തിത്വമായ ശമൂവേൽ എന്ന പ്രവാചകൻ ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ മധ്യസ്ഥനായി നിന്നവനാണ്. ശത്രുവായിരുന്ന ഫലസ്തീനർക്കെതിരെ ഇസ്രായേലിന് വിജയം നേടിയ പ്രവാചകൻ, ഇസ്രായേലിൻ്റെ ബലിപീഠങ്ങളെ പുതുക്കിപ്പണിതവൻ, ദൈവത്തിങ്കിലേക്ക് തൻ്റെ ജനതയെ മടക്കി കൊണ്ടുവന്നവൻ, ജനങ്ങൾക്കായി രാജാവിനെ ദൈവത്തിനു വേണ്ടി കണ്ടെത്തിയവൻ, അഭിഷേകം ചെയ്തവൻ. അങ്ങനെ ദൈവത്തിനു വേണ്ടി, ദൈവജനത്തിനു വേണ്ടി എരിവോടെ ജീവിച്ചവൻ, പ്രവർത്തിച്ചവൻ, ദൈവകൃപ അറിഞ്ഞവൻ, ദൈവമെടുത്ത് ഉയർത്തിയവൻ, ദൈവം കാവലായിരുന്നവൻ, ഒരു കാലഘട്ടത്തെ മുഴുവൻ മാറ്റിമറിച്ചവൻ. ഇത്ര ശ്രേഷ്ഠനായി അറിയപ്പെടുന്ന ശമൂവേലിൻ്റെ ബാല്യകാലത്തെപ്പറ്റി ഇങ്ങനെ വചനത്തിൽ എഴുതിയിരിക്കുന്നു. 1 ശമൂവേൽ 2-ാം അധ്യായം 26-ാമത്തെ വാക്യം. ശമൂവേൽ ബാലനോ വളരും തോറും യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വളർന്നു. യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വളർന്ന ശമൂവേൽ ബാലൻ. 1 ശമൂവേൽ 3-ാം അധ്യായം 1 മുതൽ ഉള്ള വാക്യങ്ങളിൽ ഇപ്രകാരം കാണുന്നു. ശമൂവേൽ ബാലൻ ഏലിയുടെ മുൻപാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്ത് പോന്നു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനം ഏറെയില്ലായിരുന്നു. ആ കാലത്ത് ഒരിക്കൽ ഏലി തൻ്റെ സ്ഥലത്ത് കിടന്ന് ഉറങ്ങി. കാൺമാൻ വഹിയാതെ വണ്ണം അവൻ്റെ കണ്ണ് മങ്ങിത്തുടങ്ങിയിരുന്നു. ശമൂവേൽ ദൈവത്തിൻ്റെ പെട്ടകമിരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിൻ്റെ വിളക്ക് കെടുന്നതിന് മുൻപേ ചെന്ന് കിടന്നു. യഹോവ ശമൂവേലിനെ വിളിച്ചു. ബാല്യത്തിൽ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടവൻ, ദൈവ വിളിച്ച് ശ്രവിച്ചവൻ, ദൈവ മുൻപാകെ തന്നെ തന്നെ സമർപ്പിച്ചവൻ, ദൈവ നിയോഗം ലഭിച്ചവൻ. കാലം ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാത്ത കാലത്ത്, ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി അറിയാതിരുന്നൊരു കാലത്ത് ദൈവശബ്ദം കേട്ട ദൈവത്തിൻ്റെ ദാസൻ ബാലനായ ശമൂവേൽ. അങ്ങനെയെങ്കിൽ ആരാണ് ശമൂവേൽ എന്ന ബാലൻ? ആരാണ് ശമൂവേൽ എന്ന പ്രവാചകൻ? എന്താണ് പ്രവാചകന്റെ പശ്ചാത്തലം? ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണോ ഇപ്രകാരം ശ്രേഷ്ഠനായ ഒരു വ്യക്തിയാകുവാൻ തക്കവണ്ണം അവൻ രൂപപ്പെട്ടു വരുന്നത്? ആരാണ് ഇവരുടെ മാതാപിതാക്കൾ? എല്ലാവരെക്കാളും നമ്മുടെ മക്കളെ മെച്ചപ്പെട്ടവരാക്കുവാൻ നാം പരിശ്രമിക്കുമ്പോൾ ചെറിയ പ്രായത്തിൽ ദൈവശബ്ദം കേട്ട ശമൂവേലിൻ്റെ പശ്ചാത്തലം എന്താണ്? ആരുടെ മകനാണ് ഈ ശമൂവേൽ? ജീവിതത്തിൽ ഏറെ മുറിവേൽക്കേണ്ടി വന്ന ഒരമ്മയുടെ മകനാണ് ശമൂവേൽ. ജീവിതത്തിൽ ഏറെ മുറിവേൽക്കേണ്ടി വന്ന ഒരമ്മയുടെ മകൻ. എഫ്രീം മലനാട്ടിലെ രാമതയും സോഫിമിലെ എൽക്കാന എന്ന പുരുഷന്റെ 2 ഭാര്യമാരിൽ ഒരുവളാണ് ശമൂവേലിൻ്റെ അമ്മ ഹന്ന. വേദഭാഗം ഇങ്ങനെയാണ് പറയുന്നത്. എൽക്കാനയ്ക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒരുത്തിക്ക് ഹന്ന എന്നും
മറ്റവൾക്ക് പെനിന്ന എന്നും പേർ. പെനിന്നയ്ക്ക് മക്കളുണ്ടായിരുന്നു, ഹന്നയ്ക്കോ മക്കളില്ലായിരുന്നു. പെനിന്നയ്ക്ക് മക്കളുണ്ടപ്പോൾ ഹന്നയ്ക്ക് മക്കളില്ല. ജീവിതത്തിൽ ഇല്ലായ്മകളുടെ നടുവിലൂടെ കടന്നു പോകേണ്ടി വന്ന ഒരമ്മ, അതിനൊമ്പരങ്ങളോടെ കടന്നു പോകുന്നവർ, വരണ്ട് ഉണങ്ങിയ ജീവിതാനുഭവം, ജീവിതത്തിൽ വിലപിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്ന ജീവിതത്തിൻ്റെ സാഹചര്യം. ഒരു തരത്തിൽ ജീവിതത്തിൻ്റെ താങ്ങ് നഷ്ടപ്പെട്ടവളാണ് ഹന്ന എന്ന് പറയുന്ന സ്ത്രീ. 3 തരത്തിലാണ് തനിക്ക് ലഭിക്കേണ്ട ജീവിതത്തിൻ്റെ നന്മകളെ അവൾക്ക് നിഷേധിക്കപ്പെടുന്നത്. തൻ്റെ ഭർത്താവിൻ്റെ താങ്ങ് നഷ്ടപ്പെട്ടവളാണ് ഹന്ന എന്ന് പറയുന്ന അമ്മ. തൻ്റെ ഭർത്താവാകുന്ന എൽക്കാന ആര് എന്നുള്ള ചോദ്യത്തിന് വേദഭാഗം വ്യക്തമായ ഉത്തരം നമുക്ക് തരുന്നുണ്ട്. 3-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ ഇങ്ങനെ നാം കാണുന്നു: അവൻ ശീലോവിൽ സൈന്യങ്ങളുടെ യഹോവയെ നമസ്കരിപ്പാനും അവന് യാഗം കഴിപ്പാനും തൻ്റെ പട്ടണത്തിൽ നിന്ന് ആണ്ടുതോറും ശീലോവിലേക്ക് പോകുക പതിവായിരുന്നു. എൽക്കാന യാഗം കഴിക്കുമ്പോഴൊക്കെയും തൻ്റെ ഭാര്യയായ പെനിന്നയ്ക്കും അവളുടെ സകല പുത്രന്മാർക്കും പുത്രിമാർക്കും ഓഹരി കൊടുക്കും. ഹന്നയ്ക്കോ അവൻ ഹന്നയെ സ്നേഹിക്കൊണ്ട് ഇരട്ടി ഓഹരി കൊടുക്കും. ജീവിതത്തിൽ ദൈവഭയത്തോടും ദൈവിക ആരാധനയോടും ജീവിച്ചിരുന്ന ഒരു പുരുഷനായിരുന്നു എൽക്കാന എന്ന ഹന്നയുടെ ഭർത്താവ്. ആണ്ടുതോറും ശീലോവിൽ പോയി യഹോവയെ ആരാധിക്കുന്ന കുടുംബത്തിലെ ആത്മീയ നേതാവ്. ആരാധനയുടെയും ആത്മീയതയുടെയും വ്യക്താവായിരിക്കെ എൽക്കാനയ്ക്ക് ദൈവഹിതത്തിനനുസൃതമായി ദൈവിക സമയത്തോളം കാത്തിരിക്കുവാനാവുന്നില്ല. 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നാം ഇങ്ങനെ കാണുന്നു: യഹോവ അവളുടെ ഗർഭമടച്ചു. ജീവിതത്തിൽ ദൈവ അവബോധത്തോടെ ജീവിക്കുന്ന ഒരാൾക്ക്, ദൈവത്തെ ആരാധിച്ചും ദൈവത്തെ അനുഭവിച്ചുകൊണ്ടും ജീവിക്കുന്ന ഒരാൾക്ക് ദൈവിക പദ്ധതി എന്ത് എന്ന് തിരിച്ചറിയുവാനുള്ള ഉൾബലം, ഉൾവെളിച്ചം അവന് ലഭിക്കുന്നില്ല. ഹന്ന ജീവിതത്തിൻ്റെ സങ്കടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എൽക്കാന ജീവിതത്തിൽ ദൈവിക പദ്ധതി എന്ത് എന്ന് തിരിച്ചറിയുവാനുള്ള ബോധ്യം അവന് നഷ്ടപ്പെട്ടിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതിനപ്പുറമായി ഹന്നയ്ക്ക് മക്കളുണ്ടാകാത്തതിനാൽ പകരം മറ്റൊരാളെ സ്വീകരിക്കുന്ന ഒരു ശൈലിയാണ് നാം ഈ ഭാഗത്ത് കാണുന്നത്. ജീവിതത്തിൽ പകരം ചില കണ്ടെത്തലുകളെ, പകരം ചില അന്വേഷണങ്ങളെ സാധ്യമാക്കുന്ന ജീവിതത്തിൻ്റെ ശൈലി. ഒരു തരത്തിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ സ്വാധീനത്തിൽ വീണു പോകുന്നവനാണ് അവൻ. ദൈവിക പദ്ധതിക്കായി സ്വയം ഒരുക്കപ്പെടേണ്ടതിന് പകരം ദൈവിക കൽപ്പനകളുടെ പഴുതുകളെ തേടി അതിന് തക്കവണ്ണം പുതിയ കണ്ടെത്തലുകൾ നടത്തി തനിക്കായി വേറൊരു ഭാര്യയെ കണ്ടെത്തുന്ന ജീവിതത്തിൻ്റെ ശൈലി. അങ്ങനെ ജീവിതത്തെ സമൃദ്ധമാക്കുവാനുള്ള ശ്രമമാണ് എൽക്കാന ചെയ്യുന്നത്. ദൈവഹിതത്തിനായി കാത്തിരിപ്പാനായി, ദൈവിക താല്പര്യമെന്ത് എന്ന് തിരിച്ചറിയുന്നിടത്തോളം കാത്തിരിപ്പാനായി അവന് കഴിയുന്നില്ല. തനിക്കായിരിക്കേണ്ടത് പങ്കിടപ്പെടുമ്പോൾ ഏറെ നൊമ്പരങ്ങളുടെ നടുവിലൂടെ കടന്നു പോവുകയാണ് ഹന്ന. 2-ാമതായി അവൾക്ക് കൂട്ടായി തീരേണ്ടത് പെനിന്ന എന്ന എൽക്കാനയുടെ 2-ാമത്തെ ഭാര്യയാണ്. തനിക്ക് മിത്രമായിരിക്കേണ്ടവൾ തനിക്ക് ശത്രുവായി മാറുകയാണ്. ഭവനത്തിനുള്ളിൽ സ്വസ്ഥത നഷ്ടപ്പെടുന്ന ജീവിതത്തിൻ്റെ അനുഭവം. പെനിന്ന എന്ന് പറയുന്ന എൽക്കാനയുടെ 2-ാമത്തെ ഭാര്യ തനിക്ക് മിത്രമായി തീരേണ്ടവളാണ്. എന്നാൽ പെനിന്ന താൽക്കാലിക വിജയത്തിൽ അഹന്ത പൂണ്ട് വിജയലഹരിയിൽ ജീവിതത്തെ മുൻപോട്ട് നയിക്കുകയാണ്. ഹന്നയുടെ ഇല്ലായ്മ തൻ്റെ സമൃദ്ധി പെനിന്നയെ അന്ധയാക്കി മാറ്റുന്നു. തൻ്റെ ഇല്ലായ്മയിൽ നൊമ്പരപ്പെടുവാൻ തക്കവണ്ണമുള്ള പ്രേരണ അവൾക്ക് ലഭിക്കുകയാണ്. ഇല്ലായ്മയുടെ ഓർമ്മപ്പെടുത്തൽ ആവർത്തനത്തോടെ ഹന്നയ്ക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: പെനിന്ന അവളെ പരിഹസിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇല്ലായ്മകളുടെ ഓർമ്മപ്പെടുത്തലിന് കാരണമായി തീരുകയാണ് പെനിന്ന. ആശ്വാസമായി തീരേണ്ടവൾ അവളെ പരിഹസിക്കുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ. ജീവിതത്തിൽ ദൈവിക കരങ്ങളിൽ സമൃദ്ധമായി തുറക്കപ്പെടുമ്പോൾ, ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമ്പോൾ അഹങ്കരിക്കുകയല്ല, പിന്നെയോ ദൈവസന്നിധിയിൽ സ്വയം താഴ്ത്തിക്കൊടുത്ത് സമൃദ്ധിക്ക് കാരണക്കാരനായി തീരുന്ന ദൈവത്തിന് നന്ദി പറയുകയാണ് നാം ചെയ്യേണ്ടത്. ജീവിതത്തിൽ സമൃദ്ധിയുടെ വഴികൾ ഉണ്ടാകുമ്പോൾ, ജീവിതത്തിൽ നിറവിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, മറ്റൊരാളെക്കാളേറെ ജീവിതത്തിൻ്റെ നന്മകളെ ലഭിക്കുമ്പോൾ
തന്നെ തന്നെ മറന്നു പോകുകയല്ല, പിന്നെയോ തനിക്കപ്പുറത്തേക്ക് തന്നെ കൊണ്ടെത്തിച്ച ദൈവത്തിന് നന്ദി പറവാൻ ഒരുക്കപ്പെടുകയാണ് ചെയ്യേണ്ടത്. ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് ഓർമ്മകളാണ്. കർത്താവ് തന്നോട് കരുണ കാട്ടി എന്ന ഓർമ്മ, അനിവാര്യമായത് അവരന് ലഭിക്കാതെ പോകുമ്പോൾ തനിക്ക് ആവശ്യമാകുന്നതെല്ലാം ദൈവം തരുന്നു എന്ന തിരിച്ചറിവ്, തൻ്റെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിൽ ദൈവം കരുതലായി പരിപാലനയായി കൂടെ നിൽക്കുന്നു എന്ന ബോധ്യം. ഹന്ന നൊമ്പരപ്പെടുകയാണ്. കാരണം അവളുടെ സഹവാസി തന്നെ വ്യസനിപ്പിക്കുവാൻ തക്കവണ്ണം തന്നെ വേദനിപ്പിക്കുന്നതായി അവൾക്ക് അനുഭവപ്പെടുന്നു. മൂന്നാമതായി, ഹന്നയ്ക്ക് തൻ്റെ ജീവിച്ച കാലം തനിക്ക് നൽകേണ്ട താങ്ങ് നഷ്ടപ്പെടുത്തി കളയുകയാണ്. ദൈവബോധമില്ലാത്ത ജനം, ഇസ്രായേൽ മക്കൾ യഹോവയെ ഉപേക്ഷിച്ച് കളഞ്ഞു. ന്യായാധിപന്മാരുടെ പുസ്തകം 21-ാം അധ്യായം 25-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു: ആ കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു. ദൈവത്തെ ഭയമില്ലാതെ, ദൈവസ്നേഹമില്ലാതെ, ദൈവിക ബോധ്യമില്ലാതെ നടന്ന ഒരു കൂട്ടം. അതുകൊണ്ട് തന്നെ ഭവനത്തിന് പുറത്ത് ഒരു കൂട്ടായ്മ ഹന്നയ്ക്ക് നിഷേധിക്കപ്പെടുകയാണ്. മൂല്യബോധമില്ലാതെ, ആത്മീയതയില്ലാതെ ജീവിക്കുന്ന ജനം. ഭവനത്തിനുള്ളിൽ കൂട്ടില്ലാതെ വരുമ്പോൾ പുറത്തും കൂട്ടില്ലാതെ പോകുന്ന ഹന്ന. പെനിന്നയ്ക്ക് കൂട്ടുകാരേറുമ്പോൾ ഹന്നയുടെ നൊമ്പരങ്ങൾക്ക് കൂട്ടായി അവൾ മാത്രമായി തീരുകയാണ്. ജീവിതത്തിൽ ഒറ്റയ്ക്ക് മുറിവേൽക്കേണ്ടി വന്നവളാണ് അവൾ. പരിഹാസ്യതയായി തീർന്നവളാണവൾ. ഇവളുടെ മകനാണ് ശമൂവേൽ എന്ന പ്രവാചകൻ. ലോകത്തിൽ ശ്രേഷ്ഠനായി തീർന്ന ശമൂവേൽ പ്രവാചകൻ ആര് എന്നുള്ള ചോദ്യത്തിന് രണ്ടാമത് നമുക്ക് ലഭിക്കുന്ന ഉത്തരം, ജീവിത നൊമ്പരങ്ങളിൽ ദൈവത്തോട് ചേർന്ന് നിന്ന ഒരമ്മയുടെ മകനാണ് ശമൂവേൽ പ്രവാചകൻ എന്ന ഉത്തരമാണ്. ജീവിതം പ്രതികൂലമായി തീരുന്ന അനുഭവങ്ങളിലൂടെ ഹന്ന കടന്നു പോവുകയാണ്. ജീവിതാനുഭവങ്ങൾ അതികഠിനമാകുമ്പോൾ നാം എല്ലാവരും നിരാശയിൽ ആയിപ്പോകും, വേദനകളിൽ ആയിപ്പോകും. ചിലപ്പോൾ നാം കരുതും, ദൈവത്തെ വിളിച്ചിട്ടും ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടും കാര്യമൊന്നുമില്ല, ഇനിയും പ്രതീക്ഷിക്കുവാനോ പ്രത്യാശിക്കുവാനോ വഴിയില്ല. അതിന് തുടർച്ചയായി ദൈവത്തെ കുറ്റം പറയുകയും ദൈവത്തോട് പരിഭവിക്കുകയും ചെയ്യുന്ന ജീവിതാനുഭവങ്ങളുണ്ടാകും. എന്നാൽ ഹന്ന ജീവിതത്തിൽ വ്യത്യസ്തമായ ഒരു സമീപനം കൈക്കൊള്ളുകയാണ്. ഹന്നയിലേക്ക് നോക്കുമ്പോൾ ദൈവത്തെ തള്ളിപ്പറയാനും ദൈവത്തെ ഉപേക്ഷിക്കുവാനും തക്ക കാരണങ്ങളാണ് അവൾക്കുള്ളത്. ഭർത്താവ് ഉപേക്ഷിക്കുന്ന ജീവിതത്തിൻ്റെ അനുഭവം, കൂടെയുള്ള ഭർത്താവിൻ്റെ രണ്ടാമത്തെ ഭാര്യ പരിഹസിക്കുന്ന ജീവിതത്തിൻ്റെ അനുഭവം, ഭവനത്തിന് പുറത്ത് താങ്ങ് നഷ്ടപ്പെടുന്ന ജീവിതത്തിൻ്റെ അനുഭവം. ജീവിതത്തിൽ ദൈവത്തോട് പരിഭവിപ്പാൻ തക്ക കാരണമുള്ള ഒരു സ്ത്രീ, വേറെ വിവാഹം കഴിച്ച ഭർത്താവ്, സമാധാനമില്ലാത്ത കുടുംബാന്തരീക്ഷം, മൗനം പാലിക്കുന്ന ദൈവം, പെനിന്നയ്ക്ക് മക്കൾ, ജീവിതത്തിൻ്റെ സമൃദ്ധി, തന്നെ ദൈവം ഉപേക്ഷിച്ചു കളയുന്നു എന്നുള്ള സങ്കടം. എന്നാൽ ഈ സങ്കടങ്ങളുടെ നടുവിൽ ഹന്ന പതറുന്നില്ല. ഹന്നയുടെ സമീപനം തികച്ചും വ്യത്യസ്തമാണ്. അവൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുകയാണ്. ഒന്ന് ശമൂവേലിൻ്റെ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 9 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ശമൂവേൽ പ്രവാചകന്റെ അമ്മയായ ഹന്ന ഇപ്രകാരം തൻ്റെ ജീവിതത്തിൽ, തൻ്റെ പ്രതിസന്ധിയിൽ പ്രതികരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർ ശീലോവിൽ വെച്ച് തിന്നുകയും കുടിക്കുകയും ചെയ്ത ശേഷം ഹന്ന എഴുന്നേറ്റ് പോയി. പുരോഹിതനായ ഏലി യഹോവയുടെ മന്ദിരത്തിൻ്റെ വാതിക്കൽ ആസനത്തിങ്കൽ ഇരിക്കുകയായിരുന്നു. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു. അവൾ ഒരു നേർച്ച നേർന്നു, സൈന്യങ്ങളുടെ യഹോവേ, അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവൻ്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും, അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുകയുമില്ല എന്ന് പറഞ്ഞു. ജീവിതത്തിൽ തന്നെ തകർക്കേണ്ടതായ ജീവിത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഹന്ന ജീവിതത്തോടുള്ള പ്രതികരണം എങ്ങനെയെന്ന് ചോദിച്ചാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ജീവിതത്തിൻ്റെ ശൈലിയാണ് കാണിച്ചു തരുന്നത്. എഴുന്നേറ്റ് പോയി മനോവ്യസനത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഹന്ന ജീവിതത്തിൻ്റെ പ്രതികൂല അനുഭവങ്ങളിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുകയാണ്. എഴുന്നേറ്റ് സങ്കടങ്ങളുടെ നടുവിൽ സ്വന്തം ഭവനങ്ങളിലേക്ക് പോവുകയല്ല, നിയമത്തിൻ്റെ വഴി തേടുകയല്ല,
മാനസിക രോഗ വിദഗ്ധനെ കാണാനുള്ള അന്വേഷണങ്ങൾ നടത്തുകയല്ല. പിന്നെയോ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ തന്നെ സഹായിപ്പാൻ കഴിവുള്ള ദൈവത്തിന്റെ അടുക്കിലേക്ക് ചുവടുകൾ വയ്ക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. ജീവിത അനുഭവങ്ങളിൽ നമ്മുടെ പ്രതികരണങ്ങൾ ഇപ്രകാരമായിരിക്കണം. എത്ര പ്രതികൂലമായ അനുഭവങ്ങൾ ഉണ്ടായാലും അനുഭവങ്ങളുടെ നടുവിൽ ദൈവത്തോട് ഒരു ചുവട് ചേർത്ത് വയ്ക്കുവാനുള്ള ദൈവത്തിന്റെ കൃപ, അപ്രകാരം ചേർന്നിരിപ്പാനുള്ള ധൈര്യം, ഇതാണ് ഹന്നയെ വ്യത്യസ്തമാക്കി തീർക്കുന്നത്. രണ്ടാമത്, ഈ പ്രതിസന്ധിയുടെ നടുവിൽ ഹന്നയുടെ പ്രതികരണം താൻ ഒരു പുരുഷ സന്താനത്തിനായി പ്രാർത്ഥിക്കുന്നതായിട്ടാണ് കാണുന്നത്. യഹോവയോട് അവൾ പ്രാർത്ഥിക്കുന്നത് അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകണമേ എന്നുള്ളതാണ്. എന്തിനാണ് പുരുഷ സന്താനത്തിനായിട്ടുള്ള പ്രാർത്ഥന? ആ കാലം പുരുഷ സന്താനത്തിൻ്റെ പ്രാർത്ഥന ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. ജീവപര്യന്തം യഹോവയ്ക്ക് നൽകുവാൻ ഒരു മകനെയാണ് ഹന്ന ദൈവത്തോട് ചോദിക്കുന്നത്. ജീവിതത്തിൽ ഇത്ര പ്രതികൂലങ്ങളുടെ നടുവിലൂടെ ദൈവത്തോടുള്ള അവളുടെ പ്രാർത്ഥന ഇപ്രകാരമാകുവാനുള്ള സാധ്യതകളുണ്ട്. അവൾക്ക് പറയാം, ഭർത്താവിൻ്റെ സന്തോഷം തരാനായി എനിക്കൊരു മകനെ നൽകണം. പെനിന്ന എന്നെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതാനുഭവങ്ങളിൽ അവളെ പരാജയപ്പെടുത്തുവാനോ അല്ലെങ്കിൽ അവളുടെ മുൻപിൽ പിടിച്ചു നിർത്തുവാനോ എനിക്കൊരു പൈതലിനെ തരണം. എൻ്റെ തലമുറയെ നിലനിർത്തിക്കൊണ്ടു പോകുവാൻ, കുടുംബത്തെ മുൻപോട്ട് നിലനിർത്തിക്കൊണ്ടു പോകുവാൻ ഒരു പൈതലിനെ തരണം. എന്നാൽ അങ്ങനെയുള്ള പ്രാർത്ഥനകളല്ല. പിന്നെയോ ജീവപര്യന്തം യഹോവയ്ക്ക് നൽകുവാനായി എനിക്കൊരു മകനെ തരണം. ജീവിത അവസാനം വരെ ദൈവത്തെ സേവിക്കുവാൻ തൻ്റെ ഉദരത്തിൽ നിന്ന് തനിക്കൊരു മകനുണ്ടാകണം. കുറച്ച് നാളത്തേക്കോ കണ്ടീഷൻസോ ഉള്ള ഒരു സമർപ്പണമല്ല. പിന്നെയോ ദൈവത്തിനായി പൂർണ്ണമായി സമർപ്പിക്കപ്പെടുവാൻ തനിക്കൊരു പൈതൽ ഉണ്ടാവണമെന്ന ഹന്നയുടെ പ്രാർത്ഥന ആത്മാർത്ഥമായ പ്രാർത്ഥനയാണിത്. മുടക്കം കൂടാതെയുള്ള പ്രാർത്ഥനയാണ്, വിശ്വസ്തയോടുള്ള പ്രാർത്ഥനയാണ്. ദൈവത്തിന് തനിക്ക് മക്കളെ തരുവാൻ കഴിയുമെന്നും തനിക്ക് ലഭിക്കുന്ന മക്കൾ ദൈവത്തിനുള്ളതാണെന്നുമുള്ള തിരിച്ചറിവുള്ള പ്രാർത്ഥന. അതായത് തനിൻ്റെ ദാനങ്ങളെല്ലാം ദൈവത്തിനുള്ള അർപ്പണങ്ങളാണ്, ദൈവത്തിനുള്ള സമർപ്പണങ്ങളാണ് എന്ന ബോധ്യമുള്ള ഹന്നയുടെ സമീപനം. എന്ത് പ്രതികൂലങ്ങളുടെ നടുവിലും നമ്മുടെ പ്രാർത്ഥനയുടെ സമീപനം ഇങ്ങനെയായിത്തീരണം: ദൈവമേ, എൻ്റെ പ്രതികൂലങ്ങൾക്കുള്ള അവസാനം, എൻ്റെ പ്രതികൂലങ്ങൾക്കുള്ള മറുപടി നിന്നിൽ നിന്ന് എനിക്ക് ലഭിക്കുന്നത് അത് നിനക്ക് ജീവിതത്തിന് പ്രയോജനമുള്ളതായി തീരുവാൻ, നിന്റെ നാമമഹത്വത്തിനായി തീരുവാനാകണം എന്നുള്ള പ്രാർത്ഥനകളാണ്. ഹന്ന പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ലോകപ്രകാരമുള്ള വിജയത്തിനല്ല, കൂട്ട് താമസക്കാരുടെ മുൻപിലുള്ള വിജയത്തിന് വേണ്ടിയല്ല, ഭർത്താവിൻ്റെ മുൻപിലുള്ള വിജയത്തിനായിട്ടല്ല, കുടുംബത്തിൽ ശ്രേഷ്ഠതയുണ്ടാകുന്നതിനുള്ള പ്രാർത്ഥനകളല്ല. പിന്നെയോ ദൈവത്തിനും ദൈവിക ബന്ധത്തിലും അനുഗ്രഹത്തോടെ തൻ്റെ കുടുംബത്തിൽ നിന്ന് ചില നന്മകൾ ഉണ്ടാകുവാൻ, തൻ്റെ ഉദരത്തിൽ നിന്ന് നന്മകൾ ഉണ്ടാകുവാനായുള്ള പ്രാർത്ഥന. അതായത് ജീവിതത്തിൽ തൻ്റെ വഴികളെ അടച്ചു കളഞ്ഞവനെ വഴിയായി സ്വീകരിക്കുന്ന സമീപനമാണ് ഹന്ന തൻ്റെ ജീവിതത്തിൽ കാണിക്കുന്നത്. ജീവിതത്തിൽ ദൈവത്തോടുള്ള പൂർണ്ണ സമർപ്പണത്തിൻ്റെ സമീപനം. ശമൂവേൽ ബാലൻ ആര് എന്നുള്ള ചോദ്യത്തിന്, ശമൂവേൽ പ്രവാചകൻ ആരായിരുന്നു എന്നുള്ള ചോദ്യത്തിന് ലഭിക്കുന്ന മൂന്നാമത്തെ ഉത്തരം ജീവിതത്തിൽ ദൈവത്തോട് വാക്ക് പാലിച്ച ഒരമ്മയുടെ മകനാണ് ശമൂവേൽ എന്ന ഉത്തരമാണ്. 20-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു: യഹോവ അവളെ ഓർത്തു. ഒരാണ്ട് കഴിഞ്ഞിട്ട് ഹന്ന ഗർഭം ധരിച്ചു, ഒരു മകനെ പ്രസവിച്ചു. ഹന്നയെ ഓർത്തു എന്നാൽ ഹന്നയുടെ പ്രാർത്ഥന ദൈവം ഓർത്തു എന്നാണ് അതിൻ്റെ അർത്ഥം. അവൾ ഗർഭം ധരിച്ച് മകനെ പ്രസവിച്ചു. അതായത് ഒരിക്കൽ തൻ്റെ ഗർഭം അടച്ചിരുന്നവൻ തൻ്റെ പ്രാർത്ഥനയുടെ സമീപനത്തോടുകൂടി ഉത്തരം ഹന്നയ്ക്ക് ദൈവം നൽകി കൊടുക്കുകയാണ്. പ്രാർത്ഥന അവളെ ഓർക്കുന്നതിനുള്ള കാരണമായി ഭവിക്കുകയാണ്. അതുകൊണ്ടാണ് അവൾ ഗർഭം ധരിക്കുന്നതും ഒരു മകനെ പ്രസവിക്കുന്നതും. ജീവിതത്തിൽ എത്ര നാളുകൾ ഉള്ള പ്രാർത്ഥനകൾക്കും എപ്പോഴും ഒരു മറുപടിയുണ്ട്. ഇപ്രകാരമാണ് ഒരു ചിന്തകൻ പറയുന്നത്: എ പ്രയർ ഡിലേഡ് ഈസ് നോട്ട് ഡിനൈഡ്. ഒരിക്കൽ ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല, പ്രാർത്ഥനയ്ക്കുള്ള മറുപടി വൈകിപ്പോകുന്നു എന്നാൽ അതിൻ്റെ അർത്ഥം അത് നിഷേധിക്കപ്പെട്ടു എന്നല്ല, പിന്നെയോ അതിന് ഉത്തരമുണ്ട് എന്നുള്ളതാണ്. അത് വൈകുന്നു എന്നാൽ ലഭിക്കുന്നില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ദൈവത്തോട് അപേക്ഷിച്ചാൽ അതിന് മറുപടിയുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഹന്നയുടെ വിശ്വാസത്തിന് ദൈവം മറുപടി നൽകുകയാണ്. ഹന്നയുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകുകയാണ്. ദൈവത്തോട് അവൾ അപേക്ഷിച്ചപ്പോൾ
തൻ്റെ അടഞ്ഞുപോയ ഗർഭം ദൈവം തുറന്ന് നൽകുകയാണ്. ദൈവം അവൾക്ക് പൈതലിനെ നൽകുകയാണ്. ക്ഷമയോടുള്ള കാത്തിരിപ്പുകൾ, ക്ഷമയോടെയുള്ള പ്രാർത്ഥന, ക്ഷമയോടെ ജീവിതത്തോടുള്ള സമീപനം എപ്പോഴും നമുക്ക് നല്ല മറുപടികളെ തരുന്നതാണ്. ശാഠ്യങ്ങളില്ലാതെ ഇരിക്കുവാൻ, നിർബന്ധങ്ങളില്ലാതെ ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ, താഴ്മയോടെ ദൈവിക താല്പര്യത്തിനു വേണ്ടി കാത്തിരിക്കുവാൻ കഴിയുമ്പോഴാണ് ജീവിതം അനുഗ്രഹത്താൽ നിറവുള്ളതായിത്തീരുന്നത്. ഇങ്ങനെ ദൈവം തൻ്റെ ജീവിതത്തോട് അനുകൂലമായി സമീപിക്കുമ്പോൾ, തൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരുമ്പോൾ, തനിക്ക് നന്മകളെ തന്ന ദൈവത്തെ അവൾ മറന്നുപോകുകയല്ല. ദൈവം പ്രവർത്തിക്കുമ്പോൾ ഹന്ന അടങ്ങിയിരിക്കുന്നില്ല എന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇങ്ങനെയാണ് ശമൂവേൽ ബാലന്റെ അമ്മയായ ഹന്നയുടെ പ്രതികരണം. 20-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു: യഹോവ അവളെ ഓർത്തു. ഒരാണ്ട് കഴിഞ്ഞിട്ട് ഹന്ന ഗർഭം ധരിച്ചു, ഒരു മകനെ പ്രസവിച്ചു. അപ്പോൾ ഹന്നയുടെ പ്രതികരണം എങ്ങനെയാണ്? ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ചു വാങ്ങി എന്ന് പറഞ്ഞ് അവന് ശമൂവേൽ എന്ന് പേരിട്ടു. ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ചു വാങ്ങി എന്ന് പറഞ്ഞ് അവന് ശമൂവേൽ എന്ന് പേരിട്ടു. അതായത് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മറുപടി തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ കാണിച്ചു കൊടുക്കുകയാണ് ഹന്ന. തൻ്റെ മകനെ അപേക്ഷിച്ചു വാങ്ങി എന്ന അർത്ഥം വരത്തക്കവണ്ണം ശമൂവേൽ എന്ന പേരിടുകയാണ്. അവൻ്റെ പേര് കേൾക്കുന്നവർക്കെല്ലാം അവനെ എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ, ഹന്ന പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവരുടെ കുടുംബത്തിൽ ജനിച്ച മകനെന്നുള്ള അറിയിപ്പ് ലോകത്തിന് കിട്ടത്തക്കവണ്ണം ഹന്ന പ്രവർത്തിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. രണ്ടാമതായി, ഹന്ന അടങ്ങിയിരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഹന്ന ചെയ്യുന്നത് മകനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. ഹന്ന ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവഹൃദയപ്രകാരം തൻ്റെ പൈതൽ ജീവിച്ച് വളരണമെന്ന് ആഗ്രഹിക്കുകയും ദൈവസന്നിധിയിലേക്ക് അവനെ സമർപ്പിക്കുകയും ചെയ്യുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 27-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നാം ഇങ്ങനെ കാണുന്നു: അവൾ ഏലി പുരോഹിതന്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, യജമാനാണ് യഹോവയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ സമീപത്ത് നിന്നിരുന്ന സ്ത്രീ ഞാനാകുന്നു. ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു. അവൻ ജീവപര്യന്തം യഹോവയ്ക്ക് നിവേദിതനായിരിക്കും. അവർ അവിടെ യഹോവയെ നമസ്കരിച്ചു. യഹോവയെ നമസ്കരിക്കുവാൻ കടന്നു വരുന്ന കുടുംബം, ഹന്നയും ചേർന്നുള്ള കുടുംബവും, തൻ്റെ മകനെ, കാത്തിരുന്ന് പ്രാർത്ഥിച്ച് ലഭിച്ച മകനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതായി നമുക്ക് കാണാം. ഏലി പുരോഹിതന് മുൻപിൽ കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പൈതലിനെ ഏൽപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഏലി പുരോഹിതന്റെ സമീപം പൈതലിനെ നൽകുന്നു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അർത്ഥവും ആഴവും ഏറെയാണ്. കാരണം ഏലിയുടെ മക്കൾ ഹോഫ്നിയും ഫിനെഹാസും ദൈവസന്നിധിയിൽ പിഴച്ചുപോയ പുരോഹിതന്റെ മക്കളാണ്. ജീവിതം ഏലി പുരോഹിതനോട് ചേർന്ന് ജീവിതത്തെ കെട്ടുപണിയേണ്ടതിന് പകരം മക്കളാകുന്ന ഹോഫ്നിയും ഫിനെഹാസും പിഴച്ചുപോയ ജീവിതത്തിന്റെ ശൈലിയുള്ളവരാണ്. ദൈവത്തോടുള്ള ബന്ധം നിലനിർത്തേണ്ടതിന് പകരം ദൈവസന്നിധിയിൽ നിന്ന് തനിക്ക് ലാഭമുണ്ടാക്കുവാൻ, വായിക്ക് രുചി പകരുന്ന ജീവിതത്തെ ഏറ്റെടുക്കുവാൻ ശ്രമിക്കുന്നവരായി ഹോഫ്നിയും ഫിനെഹാസും തീരുകയാണ്. ഹന്ന തൻ്റെ കാത്തിരുന്ന് പ്രാർത്ഥിച്ച് ലഭിച്ച പൈതലിനെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു. എന്നാൽ ഹോഫ്നിയും ഫിനെഹാസും ജീവിക്കുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ പൈതലിനെ ഏൽപ്പിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. പിഴച്ചുപോയ പുരോഹിത കുടുംബത്തിൻ്റെ തലമുറകൾ നിലനിൽക്കുന്ന കുടുംബത്തിൻ്റെ സാഹചര്യങ്ങളിൽ ബാലനെ നൽകുന്ന ഹന്ന പ്രായോഗികതകളെക്കാൾ ഏറെ ദൈവത്തെ സ്നേഹിക്കുന്നു. മകനെ ദൈവത്തിനായി, ദൈവാനുഗ്രഹത്തിനായി, ഇസ്രായേൽ ജനതയ്ക്കായി വിട്ടു നൽകുകയാണ് ഹന്ന. ഇസ്രായേലിന് അനുഗ്രഹമാവുകയാണ് ഹന്നയുടെ സമർപ്പണം. ഹന്ന ജീവിതത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തന്നെ പൂർണ്ണമായി ഏൽപ്പിക്കുകയും താൻ കാത്തിരുന്ന് പ്രാർത്ഥിച്ച് ലഭിച്ച പൈതലിനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയും ചെയ്യുന്നു. ഇസ്രായേൽ ചരിത്രത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്ന പഴയ നിയമത്തിലെ ഏറ്റവും പുണ്യം നിറഞ്ഞ ചരിത്ര പുരുഷനായ ശമൂവേൽ എന്ന പ്രവാചകന്റെ ബാല്യകാലത്തെ പറ്റിയാണ് നാം ചിന്തിച്ചത്. ലോകത്തെ മാറ്റിമറിക്കുന്ന ശൈലിയിലേക്ക് അവനെ രൂപപ്പെടുത്തിയത് അമ്മയാകുന്ന ഹന്നയുടെ സമ്പൂർണമായ സമർപ്പണവും പ്രതികൂലങ്ങളുടെ നടുവിൽ ദൈവത്തോട് ചേർന്നിരിപ്പാൻ അമ്മയാകുന്ന ഹന്ന കാണിച്ചു തന്ന ധൈര്യവുമാണ്.
അപ്രകാരമുള്ള ജീവിതശൈലി തലമുറകളെ ദൈവത്തിനു വേണ്ടി വിട്ടുകൊടുക്കുന്നതിനും ഇപ്രകാരം തലമുറകളെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചു കൊടുക്കുന്നതിലൂടെ കാലത്തെ മാറ്റിമറിക്കുന്ന പ്രവർത്തന ശൈലിയിലേക്ക് ദൈവരാജ്യത്തിന്റെ കെട്ടുപണിയുടെ ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പാനായി നമുക്ക് ഓരോരുത്തരും കഴിയുമെന്നും ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അപ്രകാരമുള്ള ജീവിതശൈലികൾക്ക് വേണ്ടി തലമുറകളെ രൂപപ്പെടുത്തുന്ന അനുഭവങ്ങളോടെ കടന്നു പോകുവാൻ, ദൈവത്തോടുള്ള ബന്ധത്തിൽ നിലനിൽപ്പാൻ, വാക്കുപാലിക്കുന്ന ജീവിതശൈലിയുടെ ഉടമകളായി നിലനിൽപ്പാൻ ദൈവം തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.